നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലയൻറ്റ് 29 വയസ്സുള്ള ഒരു ലേഡി ആയിരുന്നു. ഞാൻ ഒട്ടും ഓക്കെ അല്ല, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എൻറ്റിറ്റി മാത്രമല്ല, ഒരു മെമ്മറി ജാറ് പോലെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. കൂടുതലായിട്ട് ചോദിച്ചു വന്നപ്പം ആൾക്ക് ബോഡിയിൽ ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. തമാശയിൽ പലപ്പോഴും പറയുന്നത് ഈ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് വേദന വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ബോഡിയെ ഹേറ്റ് ചെയ്യുക, ഒരു ഫുൾ സൈസ് ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ഏറ്റവും പിന്നിൽ പോയി നിൽക്കുന്നത്, ഒരു ഫംഗ്ഷനോ ട്രിപ്പോ ഒക്കെ വരുമ്പം ആഗ്രഹം ഉണ്ടെങ്കിലും അത് അവോയ്ഡ് ചെയ്യുന്നത്, അതേപോലെ സ്വന്തമായിട്ട് സെൽഫ് ട്രോൾ ചെയ്യുന്നത് എന്നിങ്ങനെ പല കാര്യങ്ങളും പലരും ഫേസ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങളോ നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരോ ഞാൻ പറയുന്ന സിറ്റുവേഷനിലൂടെയാവും കടന്നു പോകുന്നത്. ബോഡി ഇൻസെക്യൂരിറ്റീസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോഡി റിലേറ്റഡ് ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചും അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുമാണ്. ബോഡി ഇൻസെക്യൂരിറ്റീസിന് ആക്ച്വലി മൾട്ടിപ്പിൾ ഒറിജിൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. അതായത് അത് ആരംഭിക്കുന്നത് പല ഘട്ടത്തിലാവാം. മോസ്റ്റ്ലി അത് ചൈൽഡ്ഹുഡ് മുതലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അഡോളസെന്റ് പീരീഡ് മുതലോ കാണാറുണ്ട്. പിന്നെ ചിലപ്പം സ്ത്രീകളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസി പോലത്തെ അല്ലെങ്കിൽ PCOD പോലുള്ള പല ലൈഫ് ട്രാൻസിഷൻസും നടക്കുമ്പോഴും ബോഡിയിൽ ഇൻസെക്യൂരിറ്റീസ് വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ, നമ്മൾ ബുള്ളി ചെയ്യപ്പെടുമ്പോൾ, ചെറുതിലെയൊക്കെ നമ്മളോട് ഇതിടരുത് അതിടരുത്, അവളെ കണ്ടുപിടിക്കുക, അവളെ പോലെ സ്ലിമ്മായിട്ടിരിക്കുക, നിനക്ക് ഭയങ്കര വണ്ണമാണ്, ഈ ഡ്രസ്സ് നീ ഇടാൻ പാടില്ല എന്നിങ്ങനെയൊക്കെ പറയുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ, എസ്പെഷ്യലി ചില ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പം അവിടെ നിന്ന് കിട്ടുന്ന ഷെയിമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻറ്റേർണലൈസ്ഡ് ആയിട്ട് ഒരു വ്യക്തിയിൽ ഷെയിം ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് എന്നെ ബോഡി ഷെയിം ചെയ്താലും എന്നെ അത് ബാധിക്കാറില്ല എന്നുള്ളത്. മോസ്റ്റ്ലി അത് അങ്ങനെയല്ല. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാലും പലരെയും അത് ബാധിക്കാറുണ്ട്. കാരണം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എൻറ്റിറ്റി മാത്രമല്ല, അത് പലപ്പോഴും നമ്മുടെ പാസ്റ്റിൽ നിന്നുള്ള ഇമോഷണൽ, സെൻസറി ആസ് വെൽ ആസ് റിലേഷണൽ മെമ്മറീസിനെ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി ഒരു മെമ്മറി ജാറ് പോലെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയാറുള്ളത്, ഈവൻ പാസ്റ്റിൽ കുറച്ച് വെയിറ്റ് ഉള്ള ആൾക്കാർ ഒരു 10-20 കിലോ ഒക്കെ കുറച്ച് അവരുടെ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിയാലും അവർ പറയാറുണ്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ആ ഇൻസെക്യൂരിറ്റീസ് അതുപോലെ തന്നെ കിടക്കാറുള്ളൂ എന്നുള്ളത്. കാരണം പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷണൽ വയറിങ് അവിടെ മാറിയിട്ടുണ്ടാവില്ല നമ്മുടെ ബോഡി ചേഞ്ച് ആകുമ്പോഴും. അപ്പോൾ ഇത് അത്രമാത്രം ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഉള്ളൊരു വിഷയം തന്നെയാണ്. പലപ്പോഴും തെറപ്പി അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരിൽ, അതായത് ബോഡി ഇമേജ് റിലേറ്റഡ് കൺസേൺസ് ആയിട്ട് വരുന്ന ആൾക്കാരിൽ അതൊരു ജസ്റ്റ് ഒരു ബോഡി ഇമേജ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ബോഡി, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദെയർ ബോഡി, ഇറ്റ്സ് ബേസിക്കലി അബൌട്ട് ദ ബിലീഫ് ദേ ഹോൾഡ്. അവരുടെ ബോഡി എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് ചൈൽഡ്ഹുഡിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ഉണ്ടായ എക്സ്പീരിയൻസുകളിൽ നിന്ന് അവർ ഹോൾഡ് ചെയ്യുന്നൊരു ബിലീഫ് ഉണ്ട്, ഞാൻ അത്ര വേർത്തി അല്ല എന്നുള്ളത്. എൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആവുന്നത് ഇന്നൊരു ബോഡിയിലേക്ക് എത്തുമ്പോൾ മാത്രമാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്നാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പലരും അങ്ങനെ തെറപ്പിയിൽ വരുമ്പോൾ പറയുന്ന കാര്യമാണ്, എനിക്ക് ഞാൻ യൂസ്ഡ് ആയതുപോലെ തോന്നാറുണ്ട്, എന്നെ എത്ര മിസ്ട്രീറ്റ് ചെയ്താലും ഞാൻ അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാറുണ്ട്. കാരണം ഞാൻ ഇത്തിരിയെങ്കിലും ഒരു ശബ്ദം ഉയർത്തി ഞാൻ അവിടെ നിന്ന് അവരെ മൈൻഡാത്തിരുന്നാൽ അവരെന്നെ വിട്ടിട്ട് പോയിക്കളയുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ഞാൻ ലെഫ്റ്റ് ഔട്ട് ആവാറുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ ഞാൻ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്ന പോലെ തോന്നാറുണ്ട്. ഈവൻ ദോ പലതും ഇൻറ്റൻഷണൽ അല്ലെങ്കിലും ഞങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്ന പോലെ തോന്നാറുണ്ട്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഓവർ വെയ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോഡി ഇമേജ് കൺസേൺസ് ഉള്ള പല സ്ത്രീകളും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബോഡി ഇമേജും ട്രോമയും തമ്മിൽ എപ്പോഴും ഒരു കണക്ഷൻ കാണാറുണ്ട്. പലപ്പോഴും ആ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഇവൻ്റ് ആവണമെന്നില്ല. ട്രോമ ഫോം ചെയ്യുന്നത് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാവാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷന് പോകുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പല സമയങ്ങളിലും നിങ്ങൾ മോക്ക് ചെയ്യപ്പെടുന്നത്, ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ മോക്ക് ചെയ്യപ്പെടുന്നതൊക്കെ റിപ്പീറ്റഡ് സ്മോൾ ഇവൻറ്റ്സ് ട്രോമ കോസ് ചെയ്യുന്നതായിട്ട് കാണും. അറ്റാച്ച്മെൻറ്റ് ട്രോമ, റിലേഷണൽ ട്രോമ, ഇമോഷണൽ, സെക്ഷൽ ഓർ ഫിസിക്കൽ അബ്യൂസ്, മാലഡാപ്റ്റീവ് സ്കീമ പാറ്റേൺസ് ഉള്ളവരിലൊക്കെ ബോഡി ഇമേജ് കൺസേൺസ് ലേറ്റർ ലൈഫിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അറ്റാച്ച്മെൻറ്റ് ട്രോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കെയർ ഗീവറുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഫോം ചെയ്യപ്പെടാറുണ്ട്. ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ലേറ്റർ ഓൺ നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റ് റിലേഷൻഷിപ്പുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഡിറ്റർമൈൻ ചെയ്യുന്നൊരു ഫാക്ടറും കൂടെയാണ്. ഈ അറ്റാച്ച്മെൻറ്റ് ഫോം ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കരയുമ്പോൾ നമുക്ക് കിട്ടുന്ന അറ്റൻഷൻ, നമ്മുടെ കൂടി വന്നെടുക്കുന്നത്, നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നതിലൂടെയൊക്കെയാണ്. അപ്പോൾ അത് കൃത്യസമയത്ത് അവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുമ്പോൾ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റും അവിടെ അത് സാറ്റിസ്ഫൈ ചെയ്യപ്പെടാത്തപ്പോൾ ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റും ഫോം ചെയ്യാറുണ്ട്.
ഇങ്ങനെ ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്, അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ സിംപിളി പറയുവാണെങ്കിൽ ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ്സ് ഉള്ള ആൾക്കാരിൽ ലേറ്റർ ലൈഫിൽ അവർക്ക് ഒരു എന്താ പറയുക, ഒരു ബോഡി ഇമേജ് ഇഷ്യൂസ്, ഡിസ്റ്റോർട്ടഡ് ബോഡി ഇമേജ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. അതായത് ഇപ്പം അവരൊരു ഇൻറ്റേർണലൈസ്ഡ് ഒരു ഫീലിംഗ് അവിടെ ഉണ്ടാകുവാണ്. എൻ്റെ നീഡുകൾ അവിടെ കെയർ ചെയ്യപ്പെടാതിരിക്കുമ്പോൾ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുട്ടി കരയുന്ന സമയത്ത് അവിടെ ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടാത്തപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ഇൻറ്റേർണലൈസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് വരുവാണ്, ഞാൻ വേർത്തി അല്ല എന്നുള്ളതും. പിന്നീട് അത് ലേറ്റർ ഓൺ അതൊരു അപ്പിയറൻസിലേക്കും അത് കണക്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് റിസർച്ചുകൾ പറയുന്നത്. റിലേഷണൽ ട്രോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ പാരൻസ് ആയിട്ട്, നമ്മുടെ പാർട്ണറൊക്കെ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഒരു ഇമോഷണൽ നെഗ്ലക്റ്റ്, ബുള്ളിങ് ഒക്കെ, അതിലൂടെ നമുക്കുണ്ടാവുന്ന ഒരു ബോഡി റിലേറ്റഡ് കൺസേൺസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ചില പാർട്ട്നേഴ്സ് ഉണ്ട് നിരന്തരമായിട്ട് നീ വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ നീ തിന്നർ ആവണം, നീ മെലിയണം, ഇവരെ പോലെ ജീവിക്കണം, ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നില്ല, ഇങ്ങനെയൊക്കെ കോൺസ്റ്റൻ്റ്ലി ബുള്ളി ചെയ്യുന്നത് മേ ബി അതൊരു ഇൻറ്റേർണലൈസ്ഡ് ഷെയിമായിട്ട് സംഭവിക്കാം. ഈവൻ ഇപ്പോൾ പാരൻസിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഇത് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. നീ വണ്ണം കുറച്ചില്ലെങ്കിൽ നിനക്ക് കല്യാണം കഴിക്കാൻ ആരും വരുന്നുണ്ടാവില്ല എന്നിങ്ങനെയൊക്കെ പറയുന്ന പല കാര്യങ്ങൾ, നീ അട്രാക്റ്റീവ് അല്ല എന്ന് പറയുന്നത്, ഒരു പബ്ലിക്കിൽ സ്പേസിലിരിക്കുമ്പോൾ കളിയാക്കുന്നത്, ഇതൊക്കെ മേ ബി നമ്മുടെ ഉള്ളിൽ ഒരു ഇൻറ്റേർണലൈസ്ഡ് ഷെയിം ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ നമുക്ക് ഒരു ബോഡി ഇമേജ് റിലേറ്റഡ് ബോഡി ഡിസ്റ്റോർഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള അബ്യൂസുകളിലൂടെ കടന്നു പോകുന്നവരിലും ബോഡി ഇമേജ് കൺസേൺസ് കാണാറുണ്ട്. ഇപ്പോൾ ഒരു സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുള്ള ഒരാളിന് ഓട്ടോമാറ്റിക് ആയിട്ടൊരു തോട്ട് വരാറുണ്ട്, എൻ്റെ ബോഡിയാണ് അവിടെ മാറ്റർ ആയത്, എനിക്ക് ഈ അബ്യൂസ് നടന്നതിന് എൻ്റെ ബോഡി റെസ്പോൺസിബിൾ ആണ് എന്നുള്ളൊരു തോട്ട് പലരിലും കാണാറുണ്ട്. ഇതൊരു ഇൻറ്റേർണലൈസ്ഡ് ഷെയിം ആവുകയും ഇവിടെ നിന്നിട്ട് ഒരു ബോഡി കൺസേൺസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടും കാണാറുണ്ട്. അതേപോലെ ഏർലി മാലഡാപ്റ്റീവ് സ്കീമുകളും ഈ ബോഡി കൺസേൺസ് ആയിട്ട് കണക്ഷൻ ഉണ്ടാവാറുണ്ട്. സ്കീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഡീപ്പ് ബിലീഫ് എന്നോ നമ്മുടെ ഇമോഷണൽ ലെൻസ് എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. എങ്ങനെയാണ് നമ്മളൊരു കാര്യത്തിനെ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളെ കാണുന്നത്, നമ്മളെ കാണുന്നത്, നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് ആകുമ്പോൾ അതിനെ എടുക്കുന്നത് എങ്ങനെയാണ്, നമ്മളുടെ റിജക്ഷനുകളെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മളുടെ ചില ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷനുകളിൽ നിന്ന് സംഭവിക്കുന്നതാണ്. കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓരോ കാഴ്ചപ്പാടുകളില്ലേ. അതായത് ഇപ്പം ഞാനൊരു ക്ലാസ് മുറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഓരോ ഇമേജ് ആയിരിക്കാം വന്നിട്ടുണ്ടാവുക. ചിലരുടെ ഇമേജുകൾ കുറച്ചൊക്കെ സാമ്യം ഉണ്ടാവാം. ഇപ്പോൾ ചിലർ കാണുന്നത് ഒരു എം ടി ക്ലാസ് റൂം ആവാം, ചിലർ ബെഞ്ചും ഡെസ്കും അതിൽ കുറേ കുട്ടികൾ ഇരിക്കുന്നത് കാണാം, ചിലർ ജസ്റ്റ് ഒരു ബ്ലാക്ക് ബോർഡ് ആവാം കാണുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മെൻ്റൽ റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവാം. ഈ മെൻ്റൽ റെപ്രസെൻറ്റേഷൻസിനെയാണ് നമ്മൾ സ്കീമാസ് എന്ന് സിംപ്ലി വിളിക്കുന്നത്. സ്കീമാസ് പല തരത്തിലുണ്ട്. അതിലിപ്പം സിംപ്ലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ചെറിയ കുട്ടി വളരുന്നത് അവളുടെ ഇമോഷണൽ നീഡ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യപ്പെടാതെയാണെങ്കിൽ, എപ്പോഴും വിഷമങ്ങൾ വരുമ്പോൾ തൻ്റെ പാരൻസിനോട് പറയുമ്പോൾ അത് കേൾക്കാത്തവരായിരുന്നു എന്നുണ്ടെങ്കിൽ, കുട്ടിക്ക് വലുതാകുന്ന സമയങ്ങളിൽ ഇമോഷണൽ ഡിപ്രിവേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, ഇമോഷണൽ ഇൻഹിബിഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ഇപ്പോൾ ബോഡി റിലേറ്റഡ് കൺസേൺസിൽ അതിനോട് കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ, ഒരുപാട് ബുള്ളിങ് കിട്ടിയ ഒരു കുട്ടിക്ക് മേ ബി ഡിഫക്റ്റീവ്നെസ് സ്കീമ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. സ്കീമ അസസ്മെൻറ്റ് നമ്മൾ തെറപ്പിയിൽ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഏർലി ലൈഫിൽ ഡെവലപ്പ് ചെയ്ത ഡിഫക്റ്റീവ് ആയിട്ടുള്ള സ്കീമകൾ എന്തൊക്കെയാണ്, മാലഡാപ്റ്റീവ് ആയിട്ടുള്ള സ്കീമകൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് മുന്നോട്ടുള്ള ലൈഫിൽ നമ്മുടെ ഗോളിലേക്ക് എത്താൻ നമ്മളെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഗോളിലേക്ക് എത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് ജസ്റ്റ് ഈ ഒരു ബോഡി റിലേറ്റഡ് കൺസേൺസിൽ മാത്രമല്ല, അല്ലാത്ത സിറ്റുവേഷനിലും സ്കീം അസസ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കീം അസസ്മെൻറ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് ചെക്ക് ചെയ്യുക. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് സ്കീം അസസ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ബോഡി ഇൻസെക്യൂരിറ്റീസിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതിനെ നമുക്കൊരു കേസ് സ്റ്റഡീനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കാം. ക്ലയൻറ്റ് 29 വയസ്സുള്ള ഒരു ലേഡിയായിരുന്നു, അവരൊരു ടീച്ചറായിരുന്നു. അവർ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മാം ഞാൻ ഒട്ടും ഓക്കെ അല്ല, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഡിപ്രഷൻ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാൻ പറ്റുന്നില്ല, എവിടെയും ഫംഗ്ഷന് പുറത്ത് പോകാൻ തോന്നുന്നില്ല, നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കിയത് എന്താണ് ആളുടെ കോറായിട്ടുള്ള പ്രശ്നം എന്നുള്ളതായിരുന്നു. അപ്പം അത് കൂടുതലായിട്ട് ചോദിച്ചു വന്നപ്പം ആൾക്ക് ബോഡിയിൽ ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാൻ പറ്റി.
പിന്നെ നമ്മൾ ഈ ഒരു ബോഡിലി ഇൻസെക്യൂരിറ്റീസിൻ്റെ റൂട്ട് കോസ് എവിടെയാണെന്നുള്ളതാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആളുടെ പാസ്റ്റ് ചൈൽഡ്ഹുഡും അതുപോലെ റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസും ഒക്കെ നോക്കിയപ്പം ചൈൽഡ്ഹുഡിൽ ഈവൻ പാരൻസിൻ്റെ അടുത്തു നിന്നും റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഒരുപാട് ബുള്ളിങ്ങും ഡിസ്ക്രിമിനേഷൻസും അനുഭവിച്ചിട്ടുള്ള ആളായിരുന്നു. ആളുടെ അമ്മ നിരന്തരമായിട്ട് നീ ഒരു തടിയുള്ള ഒരാളാണെന്നും നീ ഒരു തടിച്ചയാണെന്നും അതുപോലെ നിനക്ക് കല്യാണം കഴിക്കാനായിട്ട് നിനക്ക് ആരെയും കിട്ടുന്നുണ്ടാവില്ല എന്നും ഞങ്ങൾ സ്ത്രീധനം കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കേണ്ടി വരും ചെക്കനെ കണ്ടുപിടിക്കാനായിട്ട് എന്നൊക്കെ തമാശയിൽ പലപ്പോഴും പറയുന്നത് ഈ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് വേദന വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. സിമിലർലി ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയപ്പോൾ അവിടെയാണെങ്കിലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്പാരിസൺസും പിന്നെ ആ പാർട്ട്ണർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മറ്റ് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വീണ്ടും അതിൻ്റെ മനസ്സിലേക്ക് ഒരു ബിലീഫ് ഉണ്ടാക്കുകയായിരുന്നു, ഞാൻ ഇന്നഫ് അല്ലെന്നും ഞാൻ തിന്നറായാൽ മാത്രമാണ് എന്നെ കാണാൻ കൊള്ളാവുന്നതെന്നും എന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, എന്നെ ലവ് ചെയ്യുള്ളൂ എന്നുള്ളൊക്കെ ഉള്ള ഒരു ബിലീഫ് അതിൻ്റെ മനസ്സിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ ആളുടെ സ്കീമ അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ അയാളുടെ ഇന്നർ വോയിസ് എന്തായിരുന്നു, എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു സെൽഫ് ടോക്ക് ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഇന്നർ വോയിസ് എന്താണെന്നുള്ളത് അനലൈസ് ചെയ്തിരുന്നു. അത് ആളോട് നോട്ട് ചെയ്യാനും പറയാറുണ്ടായിരുന്നു. എന്താണ് എപ്പോഴും ഒരു നല്ല ഡ്രസ്സ് ഇട്ട് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ട്രിപ്പിന് പോകാൻ തീരുമാനിക്കുമ്പോഴൊക്കെ എന്താണ് ആദ്യം വരുന്ന ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മനസ്സിൽ വരുന്ന തോട്ട്, അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇനഫ് അല്ലെന്നും ഞാൻ പോയാൽ എന്നെ ആൾക്കാർ കളിയാക്കുമെന്നും ഞാൻ ഫോട്ടോയിൽ പോസ് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് വണ്ണമുള്ള ഒരാളായിട്ട് തന്നെ തോന്നുന്നു ഒക്കെ ഇങ്ങനെ കുറേ തോട്ട്സ് ആയിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ മൈൻഡ് വോയിസുകളെയും നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങി. ഇത് ശരിക്കും റിയൽ ആണോ എന്നും അത് ആ ഒരു വോയിസുകളെ ആ ഒരു തോട്ട്സിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തെറപ്പിയിൽ ആളെ നമ്മൾ ലേൺ ചെയ്യിപ്പിക്കുമായിരുന്നു. ക്ലയൻറ്റിൻ്റെ പേര് നമുക്ക് സപ്പോസ് അഞ്ജലി എന്ന് വയ്ക്കാം. അപ്പോൾ അഞ്ജലിയുടെ ഇന്നർ വോയിസ് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അഞ്ജലിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഇന്നർ വോയിസുകളെ, ഈ തോട്ട്സിനെ എവിഡൻസുകൾ ബേസ് ചെയ്തിട്ട് ചലഞ്ച് ചെയ്യാനായിട്ടായിരുന്നു. അങ്ങനെ ത്രൂ ഔട്ട് തെറപ്പി കുറേ എഫേർട്ട് എടുത്തുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പരിശ്രമത്തിലൂടെ അഞ്ജലിക്ക് അത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലേക്ക് അഞ്ജലി എത്തുന്നുണ്ടായിരുന്നു. തെറപ്പിയിലൂടെ നമ്മൾ അഞ്ജലിയുടെ ഈ ഓരോ നെഗറ്റീവ് ബിലീഫുകളെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അഞ്ജലിയോട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യം ബോഡിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ജസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്ന ഒരു പാർട്ട് നമുക്ക് വണ്ണം കുറയ്ക്കുക എന്നുള്ളതല്ല, നമ്മളുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ നമുക്കൊരു ലൈഫിൽ ഒരു അക്കംപ്ലിഷ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നൊക്കെ ഒരു തോന്നലിന് വേണ്ടി ജസ്റ്റ് ഒരു ബിഹേവിയറൽ ആക്ടിവേഷൻ എന്നുള്ളൊരു പാർട്ടിലാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യവും അഞ്ജലിക്ക് പാരലലി കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ നമ്മളുടെ എൻവയോൺമെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ എന്ത് കാണുന്നു, എങ്ങനെയുള്ള ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എവിടേക്കോ ഈ ഒരു ഇൻറ്റേർണലൈസ്ഡ് ഫീലിംഗ് നമുക്ക് തരുന്നുണ്ട്. സോ എന്തൊക്കെയാണ് അഞ്ജലി എനിക്ക് ആ ഒരു ഷെയിം ഫീലിംഗ് തരുന്നത്, അങ്ങനെയുള്ള കോണ്ടൻറ്റ്സ് കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കാനായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ അൺഫോളോ ചെയ്യാനായിട്ടും ആവശ്യപ്പെട്ടിരുന്നു. സിമിലർലി ബോഡി പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യാനും നമ്മളുടെ റിയൽ ബോഡി എക്സ്പെക്റ്റേഷൻസും അങ്ങനെയുള്ള കോണ്ടൻറ്റ്സ് തരുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ, അങ്ങനത്തെ കോണ്ടൻറ്റ്സ് അതുപോലെ ബോഡി പോസിറ്റിവിറ്റിനെ കുറിച്ച് കൂടുതൽ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അഞ്ജലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോഡി ആക്സെപ്റ്റൻസിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സെൽഫ് ലവ് എന്നുള്ളത്. നമ്മുടെ ഡെയിലി റുട്ടീൻസിൽ സെൽഫ് ലവിന് ഉള്ളൊരു പ്ലേസ് കൊടുക്കുന്നത്, ഒരു സ്പേസ് കൊടുക്കുന്നത് ബോഡി ആക്സെപ്റ്റൻസിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു ക്ലയൻറ്റിനെ കൊണ്ട് നമ്മൾ സിമിലർ ആയിട്ടുള്ള സെൽഫ് ലവ് റുട്ടീൻസുകൾ, ഡെയിലി റുട്ടീൻസുകൾ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവഞ്ച്വലി ആൾ മറ്റ് വ്യക്തികളോട് ബൗണ്ടറീസ് വെക്കാനായിട്ട് ലേൺ ചെയ്യാൻ തുടങ്ങി. നോ പറയുന്നത് ഒരു അസേർട്ടീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്നും അതൊരു റൂഡ് തിങ് അല്ല എന്നുള്ളതും ആൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ബോഡി ഷേമിങ് ജോക്കുകളൊന്നും എപ്പോഴും കേട്ടോണ്ട് ചിരിച്ചുകൊണ്ടിരിക്കാതെ അതിനോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി, അതിന് നോ പറയാൻ തുടങ്ങി. ആൻഡ് സെഷനിൽ ആദ്യം വന്ന സമയത്ത് അഞ്ജലി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യത്തിൽ ഒന്നായിരുന്നു, ഞാനൊരു പീപ്പിൾ പ്ലീസറാണ്, എല്ലാവരെയും പ്ലീസ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് നോക്കും എന്നുള്ളത്. ആൻഡ് ഇവഞ്ച്വലി ആൾക്കാരോട് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആൾ ഈ ഒരു പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ ഏറെക്കുറെയൊക്കെ നിർത്തുന്നതിലേക്കും എത്തിയിട്ടുണ്ട്. ഈ ഒരു കേസ് സ്റ്റഡിയിൽ നിന്ന് ബേസിക്കലി സമ്മറൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നിങ്ങളിലുള്ള ബോഡി ഇൻസെക്യൂരിറ്റീസിൻ്റെ റൂട്ട് എവിടെയാണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അവിടുന്ന് നമ്മൾ ക്യാരി ചെയ്ത കുറേ ബിലീഫുകൾ ഉണ്ടാവും. ആ ബിലീഫുകൾ ഏറെക്കുറെ നമ്മുടെ മൈൻഡിലുള്ള ഒരു മൈൻഡ് വോയിസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാകാം. അതായത് ഞാൻ ഇനഫ് അല്ലെന്നും ഞാൻ ഇന്ന സ്റ്റേറ്റിൽ എത്തണമെന്നും ഒക്കെ പറയുന്ന കുറേ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കുറേ ബിലീഫുകൾ
കുറേ തോട്ട്സുകൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇതിനെ ചലഞ്ച് ചെയ്യുക. ആൻഡ് പാരലലി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത്, ബോഡി പോസിറ്റിവിറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അതിനെക്കുറിച്ച് വായിക്കുന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് അനാവശ്യമായ കോണ്ടന്റുകളെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത്, ആൾക്കാരുമായിട്ട് ബൗണ്ടറീസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സെൽഫ് ലവ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതിലൂടെ, ഈ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലൂടെ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ബോഡി ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ജേണിയാണ്. അതൊരൊറ്റ ദിവസത്തിൽ നമുക്ക് വന്നു ചേരുന്നതല്ല. ഈ വീഡിയോ നിങ്ങൾ കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളൊരു ചേഞ്ച് ഉണ്ടാവണമെന്നും യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇതൊരു ചാൻസാണ്, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ്. ആ ചാൻസ് എടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നിങ്ങളുടേതാണ്. സോ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.